Hi there, this is Dr. Adevi. വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ കണ്ണുകൾ പ്രത്യേക തരത്തിൽ ചലിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കണ്ണുകൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഒരു പെൻഡുലം ചലിക്കുന്നത് പോലെ ചലിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ജർക്ക് ചെയ്യുന്നത് പോലെ ചലിക്കുകയോ അതും അല്ലെങ്കിൽ മേളിലോട്ടും താഴോട്ടും ഒക്കെ ചലിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണിത്. ഈ ഒരു ലക്ഷണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല. അതായത് നമ്മൾ അറിയാതെ നമ്മുടെ കൺട്രോളിലല്ലാതെയാണ് നമ്മുടെ ഈ കണ്ണുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ലക്ഷണം കാണാൻ സാധിക്കും. ഈ ഒരു ലക്ഷണം നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അസുഖത്തിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ തലകറക്കത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടോ ആണ്. നമ്മുടെ വെസ്റ്റിബുലാർ കംപ്ലയിൻസിൻ്റെ ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തലകറക്കത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മെയിൻ സിംറ്റം തന്നെയാണ് ഈ ഒരു കണ്ണിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും നമ്മുടെ തലകറക്കത്തിൻ്റെ ഭാഗമായിട്ട് ഡയഗ്നോസിസിന് വേണ്ടി തലകറക്കം എന്തുകൊണ്ടുണ്ടാകുന്ന തലകറക്കമാണെന്ന് ക്ലിയർ ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. പിന്നീട് അതല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ് കുട്ടികളിൽ കാണുവാണെങ്കിൽ ജന്മനാ നമുക്കിതുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് റെയറായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും ഇങ്ങനൊരു ലക്ഷണം നമ്മൾ കാണുവാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. കാരണം ആദ്യം തന്നെ അത് നമ്മൾ മനസ്സിലാക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് എപ്പിലെപ്സി അഥവാ അപസ്മാരമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടെ ഈ ഒരു ലക്ഷണം നമുക്കുണ്ടാകാം. മറ്റൊരു പ്രധാന കാര്യം, എപ്പോഴെങ്കിലും നമ്മൾ തലയൊക്കെ ഒന്ന് ഇടിച്ച് വീണതിന് ശേഷം നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ പ്രത്യേക തരത്തിലുള്ള ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മറ്റൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്